ഹായ് സ്റ്റുഡൻസ്, യെസ്, നമ്മളുടെ കെമിസ്ട്രി ക്ലാസ്സിന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? യെസ്, 3D ക്ലോസ് പാക്കറ്റ് സ്ട്രക്ചേഴ്സ് കണ്ടു. നമ്മൾ അവിടെ HCP എന്താ, CCP എന്താ, അത് റിലേറ്റഡ് പ്രോബ്ലംസ് പഠിച്ചു. ഓക്കെ, പിന്നെ ഒരു FCC ലാറ്റിസിനകത്തുള്ള ഒക്ടാഹൈഡ്രൽ വോയിഡ്സും ടെട്രാഹൈഡ്രൽ വോയിഡ്സും നമ്മൾ ലൊക്കേറ്റ് ചെയ്തു. ഇത്രയായിരുന്നു കഴിഞ്ഞ സെഷനിൽ നമ്മൾ പഠിച്ചിരുന്നത്. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ടോപ്പിക് സ്ട്രക്ചർ ഓഫ് സിമ്പിൾ അയോണിക് കോമ്പൗണ്ട്സ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു അയോണിക് ക്രിസ്റ്റലാണ് NaC. അത് തന്നെയാണ് നമ്മൾ ഒന്നാമതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റോക്ക് സാൾട്ട് ഓർ NaCl ടൈപ്പ്. റോക്ക് സാൾട്ട് ഓർ NaCl ടൈപ്പ്. ഈ ഒരു ഡയഗ്രാം നോക്കുക. NaCl ഒരു യൂണിറ്റ് സെല്ലിന്റെ കംപ്ലീറ്റ് ഡയഗ്രാം ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, NaCl Na+ അയോൺസ് ഉണ്ട്, Cl- അയോൺസ് ഉണ്ട്. ഓക്കെ, ഏത് ലാറ്റിസ് ആണ് ഇത്? കണ്ടാൽ തന്നെ അറിയാം ഏത് ലാറ്റിസ് ആണ്. എങ്ങനെയാ അറിയാം? ഓക്കെ, കോർണറിൽ പാർട്ടിക്കിൾസ് ഇരിക്കുന്നുണ്ട്, അതുകൂടാതെ കോർണറിൽ പാർട്ടിക്കിൾസ് ഇരിക്കുന്നുണ്ട്, പിന്നെ ഫേസ് സെന്ററിൽ പാർട്ടിക്കിൾസ് ഇരിക്കുന്നുണ്ട്. ഓക്കെ, കോർണറിൽ ഫേസ് സെന്ററിൽ പാർട്ടിക്കിൾ ഇരുന്നാൽ നമ്മൾ അതിനെന്താ പറയാ? FCC ലാറ്റിസ്. ഓക്കെ, സോ NaCl FCC ക്യൂബിക് ലാറ്റിസിലാണ് NaCl വരുന്നത്. ഓക്കെ, ഫേസ് സെന്റേർഡ് ക്യൂബിക് ലാറ്റിസിലാണ് എന്ത് വരുന്നത്? NaCl വരുന്നത്. വിച്ച് മീൻസ് ഈ Cl- അയോൺസ് നമുക്ക് എവിടെയൊക്കെ കാണാൻ പറ്റും? നോക്കാം, ഓരോ കോർണറിലും കാണാൻ പറ്റും. അതുകൂടാതെ ഫേസ് സെന്ററിൽ ഓക്കെ ഗ്രീൻ കളറിൽ കാണുന്നതാണ് Cl- അയോൺസ്. ആ Cl- എവിടെയൊക്കെ കാണുന്നത്? കോർണേഴ്സിലും കാണാം. പിന്നെ ഫേസ് സെന്ററിലും നമുക്ക് എന്ത് Cl- അയോൺസിനെ കാണാൻ പറ്റും. ഓക്കെ, ഇനി ആരാണ് Na+ അയോൺസ്? ആ പോസിറ്റീവ്ലി ചാർജ്ഡ് Na+ അയോൺസ് എവിടെയോ എല്ലാ ഒക്ടാഹെഡ്രൽ വോയിഡിലുമായിട്ടാണ് ആയിരിക്കുന്നത്. പോസിറ്റീവ്ലി ചാർജ്ഡ് Na+ അയോൺസ് ഇരിക്കുന്നത്. തൊട്ട് മുമ്പത്തെ സെഷനിൽ നമ്മൾ പഠിച്ചു ഒക്ടാഹെഡ്രൽ വോയിഡ് ഒരു FCC ലാറ്റിസിൽ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? എവിടെയായിരുന്നു? ഒന്ന് ബോഡി സെന്ററിൽ. ഇവിടെ നോക്കി, ബോഡി സെന്ററിൽ Na+ അയോണിലെ നോക്കി. Na+ അയോൺ ബോഡി സെന്ററിൽ ഒരു Na+ അയോൺ. ഓക്കെ, പിന്നെ എവിടെ ഇരുന്നത്? എഡ്ജ് സെന്ററിലാണ് അല്ലെ. 1/4 അകത്തും ബാക്കി 3/4 പുറത്തുമായിട്ട് ആണ് ഒക്ടാഹെഡ്രൽ വോയിഡ്. എഡ്ജ് സെന്ററിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നോക്ക്, എഡ്ജ് സെന്ററിലായിട്ട് നമ്മൾ ആരാ? Na+ അയോൺസിലെ നോക്കിയതാ. Na+ അയോൺസിനെ സിമ്പിൾ ബ്ലാക്ക് സർക്കിൾ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നോക്ക്, ഇവിടെയൊക്കെ നോക്കി നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ബോഡി സെന്ററിൽ ഓൾറെഡി കാണിച്ചു. ഈ ഒരു എഡ്ജിന്റെ സെന്ററിൽ ആയിരിക്കുന്നു Na+ അയോൺ. അടുത്ത എഡ്ജിന്റെ സെന്ററിൽ Na+ അയോൺസ് ഇരിക്കുന്നു. Na+ അയോൺസ്. ഓരോ എഡ്ജിന്റെ സെന്ററിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും Na+ അയോൺസിനെ കാണാൻ പറ്റും. ഇതാണ് ഒരു കംപ്ലീറ്റ് NaCl യൂണിറ്റ് സെൽ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ഇവിടെ നമ്മൾ നോക്കണം എന്താണ് കോർഡിനേഷൻ നമ്പർ. ഒരു NaCl അല്ലെങ്കിൽ ഒരു അയോണിക് കോമ്പൗണ്ടിന്റെ കേസിൽ എന്താണ് കോർഡിനേഷൻ നമ്പർ? ഇപ്പൊ നമ്മളോട് ചോദിക്കുക Na+ അയോണിന്റെ കോർഡിനേഷൻ നമ്പർ എത്രയാണെന്ന് ചോദിക്കുക. അപ്പൊ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? Na+ന്റെ തൊട്ടടുത്ത് എപ്പോഴും ആരാ കാണപ്പെടുക? Cl- അയോൺസ്. Na+ന്റെ ചുറ്റും എത്ര Cl- അയോൺസ് ഉണ്ട്? അതാണ് അതിന്റെ കോർഡിനേഷൻ നമ്പർ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഈ മിഡിൽ Na+ അയോൺ ഉണ്ട്, ഇതിന് ചുറ്റുമുള്ള Cl- അയോൺ നമ്മൾ കൗണ്ട് ചെയ്യാൻ പോകുക. ഓക്കെ, Cl- അയോൺസ് ഈ ഫേസ് സെന്ററിൽ, ഈ ഫേസ് സെന്ററിൽ, സോ 2, അടുത്ത് ഈ ഫേസ് സെന്ററിൽ, ഈ ഫേസ് സെന്ററിൽ 4, ദെൻ ടോപ്പ് ഫേസിലും ബോട്ടം ഫേസിലും. അപ്പൊ ടോട്ടൽ Na+ന് ചുറ്റും എത്ര Cl- ഉണ്ട്? 6 ഉണ്ട്. ഇതുപോലെ തന്നെ നമ്മളോട് ഇനി അടുത്തൊരു ചോദിക്കും Cl- ചുറ്റും എത്ര ഉണ്ടെന്ന് ചോദിക്കുക. Cl- എടുക്കും, ഏതെങ്കിലും ഒരു Cl- എടുത്തിട്ട് ഇതുപോലെ ചെക്ക് ചെയ്യും. ഓക്കെ, ഒരു യൂണിറ്റ് സെൽ ആണെന്ന് പറഞ്ഞു. ഞാൻ തൽക്കാലം ഈ ഒരു Cl- ഞാൻ എടുക്കും. നമുക്ക് ഇവൻ എടുക്കാം. ഓക്കെ, ഈ Cl- എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് ചുറ്റും എത്ര Na+ അയോൺസ് ഉണ്ട് ചെക്ക് ചെയ്ത് നോക്കി. ഇവിടെ 1, പിന്നെ 1, ഇവിടെ ഒരെണ്ണം, 2, 3, 4, 5 എണ്ണം നമുക്ക് ഈ ഒരു സ്ട്രക്ചറിൽ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു ഇതൊരു യൂണിറ്റ് സെൽ. കംപ്ലീറ്റ് ക്രിസ്റ്റൽ എടുക്കുന്ന സമയത്ത് ഇതിന് അടുത്ത യൂണിറ്റ് സെൽ വരും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5 1 എത്ര വരും? 6. വിച്ച് മീൻസ് ഒരു കംപ്ലീറ്റ് NaCl ക്രിസ്റ്റൽ എടുക്കുകയാണ്. ഒരു Cl- അയോണിന് ചുറ്റും 6 Na+ അയോൺസും പിന്നെ ഒരു Na+ അയോൺസിന് ചുറ്റും 6 Cl- അയോൺസുമാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയ ഈ ഒരു ഡയഗ്രാം കാണില്ല. ബട്ട് ഈ ഒരു ഡയഗ്രാം നമുക്ക് ഫസ്റ്റ് ഇയർ ടെക്സ്റ്റ് ബുക്കിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പാർട്ട് 1 കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ ഡയഗ്രാം നല്ല ഭംഗിയിൽ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഔട്ട് ഓഫ് സിലബസ് അല്ല, വിത്തിൻ സിലബസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? വൃത്തി പഠിച്ചോളൂ.
ഇനി നമുക്ക് NaCl ടൈപ്പ് ക്രിസ്റ്റൽസിനെ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഒന്ന് പഠിക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇവിടെ നോക്കി എന്താ പറയുന്നത്, FCC arrangement of Cl minus ions ആണുള്ളത്. Then Na plus ions are at octahedral voids and coordination. Okay, coordination number of Na plus and Cl minus are in the ratio 6:6. It's very very important. Then each unit cell has 4 NaCl units. Okay, ഏതൊരു യൂണിറ്റ് സെൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അതിനകത്ത് എത്ര NaCl യൂണിറ്റ്സ് ഉണ്ടാവും എന്ന് പറയുന്നത് 4 എണ്ണം. അതെങ്ങനെ കിട്ടുന്നത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, എത്ര Na plus ions ഉണ്ട്? Na plus ions എവിടേക്ക് ഇരിക്കുന്നത്? നമുക്ക് എഡ്ജിന്റെ സെന്ററിൽ, ബോഡി സെന്റർ എന്ന് പറയുമ്പോൾ ഒരു Na plus. ഓക്കെ, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. Na plus ion എവിടെ ഇരിക്കുന്നു? ഒക്ടാഹെഡ്രൽ ബോഡി. എവിടെ ഇരിക്കുന്നത്? ഒക്ടാഹെഡ്രൽ ബോഡി. ആകെ FCCയിൽ എത്ര ഒക്ടാഹെഡ്രൽ ബോഡി ആണ്? FCCയിൽ 4 പാർട്ടിക്കിൾ. സോ നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ ബോഡി ഈസ് ഓൾസോ ഈക്വൽ ടു 4. ഓക്കെ, സോ ഒക്ടാഹെഡ്രൽ ബോഡിയിൽ എല്ലാം Na plus ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ Na plus ന്റെ എണ്ണം എത്രയാ? 4. ഇനി Cl minus എവിടെ ഇരിക്കുന്നു? കോർണറിൽ. മൊത്തം 8 കോർണറുകൾ. ഓക്കെ, കോൺട്രിബ്യൂഷൻ എത്രയായിരുന്നു? 1/8. സോ 8 into 1/8. അപ്പൊ കോർണറിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ് പറയും? കോർണറിന്റെ കോൺട്രിബ്യൂഷൻ 8 into 1/8 ഇറ്റ്സ് ഈക്വൽ ടു 1. ഓക്കെ, ഇനി അടുത്ത് കോർണർ കൂടാതെ എവിടെ ഇരിക്കുന്നത്? നോക്കൂ, ഇവിടെ നോക്കൂ, ഈ ഗ്രീൻ കളർ നോക്കിയാൽ മതി. കോർണർ കൂടാതെ എവിടെ ഇരിക്കുന്നത്? യെസ്, ഫേസ് സെന്ററിലാണ് ഇരിക്കുന്നത്. എവിടെ ഇരിക്കുന്നത്? ഫേസ് സെന്ററിലാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ ഈ ഫേസ് സെന്ററിൽ ആയിരിക്കുന്നു നമ്മള് Cl minus ions ഇരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കോൺട്രിബ്യൂഷൻ നോക്കുക. എത്ര ഫേസ് ആണ്? ആകെ 6 ഫേസുകളുണ്ട്. ആ 6 ഫേസിലുള്ള കോൺട്രിബ്യൂഷൻസ് നോക്കുക അല്ലെ. 6 into ഫേസ് സെന്ററിലെ ഒന്നിന്റെ കോൺട്രിബ്യൂഷൻ എത്രയായിരുന്നു? യെസ്, 1/2. സോ 6 into 1/2 3. ഓക്കെ, കോർണറിന്റെ കോൺട്രിബ്യൂഷൻ 1. Then ഫേസിന്റെ കോൺട്രിബ്യൂഷൻ എത്ര? 6 into 1/2. സോ 1 plus 3 is equal to 4. അപ്പൊ number of Na plus ions, that is number of octahedral bond, is equal to 4 and number of Cl minus ions is also equal to 4. അപ്പൊ എത്ര NaCl യൂണിറ്റ്സ് ഉണ്ട്? എത്ര NaCl യൂണിറ്റ്സ് ഉണ്ട്? യെസ്, 4. ഓക്കെ, ഇനി എക്സാമ്പിൾസ് ആണ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഒരുപാട് എൻട്രൻസ് എക്സാമിനേഷൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഓർക്കണം, 2 പേര് കൊടുക്കണം, റോക്ക് സാൾട്ട് ടൈപ്പ് ഓർ NaCl ടൈപ്പ് എന്ന് പറയും. അതിന് മറ്റ് എക്സാമ്പിൾസ് എല്ലാ ആൽക്കലി മെറ്റൽസിന്റെ എല്ലാ ഹാലൈഡ്സും. ഓക്കെ, ഹാലൈഡ്സ് ഓഫ് ഓൾ ആൽക്കലി മെറ്റൽസ് എക്സെപ്റ്റ് Cc are examples for NaCl type. Okay, and the same all halides of ammonium, okay, which means ammonium chloride, ammonium fluoride, all these are comes under NaCl type. Okay, അടുത്ത category of examples okay, the sulfides of alkaline earth metals. Okay, എല്ലാ സൾഫൈഡ്സും എന്തിന് എക്സാമ്പിൾ? ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ എല്ലാ സൾഫൈഡ്സും എന്തിന് എക്സാമ്പിൾ ആണ്? NaCl ടൈപ്പിന്റെ എക്സാമ്പിൾ ആണ്. അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്, ഞാൻ അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. യെസ്, BeS. ഏതാ മക്കളെ? BeS. ബെറിലിയം സൾഫൈഡ് എന്തല്ല? NaCl ടൈപ്പ് അല്ല. അപ്പൊ അടുത്ത ചോദ്യം, അത് ഏത് ടൈപ്പാണ് വരും? ഓക്കെ, നമ്മൾ അത് ഡിസ്കസ് ചെയ്യും. ഇനി അടുത്ത ഒരു കാറ്റഗറി ആണെന്ന് പറയാം. യെസ്, അടുത്ത കാറ്റഗറി ഓഫ് എക്സാമ്പിൾസ് എന്താ? സിൽവർ ഹാലൈഡ്സ്. എല്ലാ സിൽവർ ഹാലൈഡ്സ് which means AgF, AgCl ഇതെല്ലാം AgBr എല്ലാം എന്താ? നമ്മൾ NaCl ടൈപ്പിൽ വരും. അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഏതാ കൂടിയുള്ളത്? AgI. ഓക്കെ, AgI കൂടാതെ. അപ്പോൾ ഈ എക്സെപ്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ അത് ഓർത്തു വെക്കുക. മറ്റൊരു ജനറൽ കാറ്റഗറി ആയിട്ട് ഓർത്തു വെച്ചാൽ മതി. ആ എക്സെപ്ഷൻസ് ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, NaCl ടൈപ്പ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഇൻ NaCl യൂണിറ്റ് സെൽ the first nearest neighbor located at a distance. Okay, options നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നോക്കൂ, നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നിയറസ്റ്റ് നെയ്ബർ ലൊക്കേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പാർട്ടിക്കൽ എടുക്കാം, എന്നിട്ട് അതിന്റെ നെയ്ബർ വെച്ചാണ് നമുക്ക് എന്ത് ചെയ്യാം? വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഈവൻ ഫസ്റ്റ് നിയറസ്റ്റ് നെയ്ബർ, ഇതിപ്പോ ഞാൻ Cl മൈനസ് എടുക്കും. Cl മൈനസിന്റെ ഫസ്റ്റ് നിയറസ്റ്റ് നെയ്ബർ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ്. ഓക്കെ, ശരിക്കും നോക്കും. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും അടുത്ത ഡിസ്റ്റൻസ്? ഇവന്റെ തൊട്ട് അടുത്ത് ആരിക്കുന്നുണ്ട്? ഒരു Na പ്ലസ് അയോൺ ഇരിക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു യൂണിറ്റ് സെല്ലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെങ്ത് എന്താ നമ്മൾ പറയുന്നത്? ക്യൂബിക് യൂണിറ്റ് സെൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? A means edge length. Okay, so ഈ ഒരു ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് A ആണ്.
അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നിയറസ്റ്റ് നൈബർ ആരാ? ഇവൻ ആണോ? അല്ല. എന്തായാലും ഇവനല്ല. ഇതാണോ ഏറ്റവും അടുത്തുണ്ടായിരിക്കുന്നത്? മാത്സ് ഒക്കെ പഠിച്ച കുട്ടികളാണ്, പൈതഗോറസ് സിദ്ധാന്തമൊക്കെ പഠിച്ച പിള്ളേരാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും ഏതാ? യെസ്, ഇതാണോ അടുത്ത പാർട്ടികൾ? ഇതാണ് അടുത്ത പാർട്ടികൾ. വെരി ഗുഡ്, ഇതാണ് ഏറ്റവും അടുത്ത പാർട്ടികൾ. സോ ഫസ്റ്റ് നിയറസ്റ്റ് നൈബർ located at a/2. If this total distance is a, this distance is a divided by 2. So first nearest neighbor located at a/2. Okay, ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങളോട് ഇനിയും വേറെ രീതിയിൽ ചോദിക്കാം. ഇപ്പൊ ഫസ്റ്റ് നിയറസ്റ്റ് നൈബർ ചോദിച്ചു, അതിന് പകരം നമ്മളോട് ചോദിക്കാം സെക്കൻഡ് നിയറസ്റ്റ് നൈബർ ലൊക്കേറ്റഡ് അറ്റ് വാട്ട് ഡിസ്റ്റൻസ്. ഓക്കെ, അതും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സെക്കൻഡ് നിയറസ്റ്റ് നൈബർ, ഈ ഒരു ഡയഗ്രാം നോക്കി, എവിടെ സെക്കൻഡ് നിയറസ്റ്റ് നൈബർ? യെസ്, ഫസ്റ്റ് നിയറസ്റ്റ് നൈബർ നമ്മൾ കണ്ടു. ഓക്കെ, സെക്കൻഡ് നിയറസ്റ്റ് നൈബർ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇവൻ ആയിരിക്കുമോ, അതോ ഈ CL മൈനസ് ആയിരിക്കുമോ, ഈ CL മൈനസ് ആയിരിക്കുമോ, അതോ ഈ CL മൈനസ് ആയിരിക്കുമോ? ഓക്കെ, ഈ എൻട്രൻസ് എന്ന് പറയുന്നത് ഇത് ഫസ്റ്റ് നിയറസ്റ്റ് നൈബർ, ഇത് രണ്ടും ഫസ്റ്റ് നിയറസ്റ്റ് നൈബർ. അപ്പൊ സെക്കൻഡ് നിയറസ്റ്റ് നൈബർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? യെസ്, സെക്കൻഡ് നിയറസ്റ്റ് നൈബർ എന്ന് പറഞ്ഞാൽ ഫേസ് സെന്ററിൽ ഇരിക്കുന്ന, ഓക്കെ, ഫേസ് സെന്ററിൽ ഇരിക്കുന്ന പാർട്ടിക്കിൾ. ഓക്കെ, ഫേസ് സെന്ററിൽ ഇരിക്കുന്ന പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ നമുക്ക് അവരെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇവിടെ നമ്മളൊരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യും. ഈ ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ലെങ്ത് കിട്ടാൻ നമ്മൾ എന്താ, ഏത് പ്രിൻസിപ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുക? ആലോചിക്കുക, ഈ ലെങ്ത് നമുക്ക് കിട്ടണം. ഈ ലെങ്ത് നമുക്ക് കിട്ടും. This is A and this one is also equal to this is A/2. This is also A/2. Then what about this distance? Yes, by applying Pythagoras principle, what is that distance? Yes, √2 A/2. √2 A/2. √2 A/2. So the second neighbor at √2 A/2. Then what about the third neighbor? Where is the third neighbor located? Yes, third neighbor. നമ്മൾ നോക്കി, third neighbor എവിടെ ഇരിക്കുന്നത്? ഇതുപോലെ ഫസ്റ്റ് നൈബർ കിട്ടി, സെക്കൻഡ് നൈബർ കിട്ടി. Okay, this is not second neighbor. This one is the second neighbor. ഇനി third neighbor എന്ന് പറഞ്ഞാൽ ആരാണ്? ഇതാണോ? ഓർ ഇവിടെ നിന്ന് തുടങ്ങി നമ്മൾ ബോഡി സെന്ററിൽ ഇരിക്കുന്നവനാണോ third neighbor? ആലോചിച്ചു. ഈ ഡിസ്റ്റൻസ് A ആണ്. ഈ ഡിസ്റ്റൻസ് A വരും ഇല്ല. സോ third neighbor എന്ന് പറഞ്ഞാൽ എവിടെ ഇരിക്കുന്നത്? ബോഡി സെന്റർ. സോ ആ ബോഡി സെന്ററിലൂടെ നമ്മൾ വരയ്ക്കുന്ന ഒരു ലൈൻ ആലോചിച്ചു നോക്കണേ. ബോഡി സെന്ററിലൂടെ വരയ്ക്കുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ യെസ്, അത് നേരെ ഇവിടെ നിന്ന് ഈ എഡ്ജിൽ പോയി എവിടെ വരുന്നത്? ഈ കോർണറിലേക്ക്. ഈ കോർണറിൽ പോയി ഈ കോർണറിലേക്ക് വരുന്നത്. വിച്ച് മീൻസ് എന്താണ് മക്കളെ ഒരു സാധനം നമ്മൾ നേരത്തെ പഠിച്ചാണ്, അതാണ് ബോഡി ഡയഗ്രം. എന്താ സാധനം? ബോഡി ഡയഗ്രം. ഓക്കെ, സോ ഈ ഒരു ഡിസ്റ്റൻസ്, ഇവിടെ നിന്ന് വരുന്ന ഈ ഒരു ഡിസ്റ്റൻസ്, ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം അറിയണം, യെസ്, ഈ ഒരു ഡിസ്റ്റൻസ് അറിയണം. ഇത് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു, √2 A/2 ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ √2 A/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പൈതഗോറസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യും. ഓക്കെ, അങ്ങനെ വർക്ക്ഔട്ട് ചെയ്താൽ നമുക്ക് കിട്ടും തേർഡ് നിയറസ്റ്റ് നൈബർ ഈസ് ലൊക്കേറ്റഡ് അറ്റ് √3 A/2. ഓക്കെ, ഇനി മാക്സിമം ചോദിക്കാം വരുന്നത് ഫോർത്ത് നൈബർ. Okay, at which position or what distance the fourth nearest neighbor located? Okay, fourth nearest neighbor. First kandu, second kandu, third kandu. First, then second, then third one. What is the fourth particle? Fourth nearest neighbor. Yes, it is at the another edge. And what is the distance between this particle and this edge? Okay, that is what is called the edge length. And fourth nearest neighbor located at A. Okay, so here the question is about at what distance first nearest neighbor located. Okay, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാ പോയിന്റ്സും പറഞ്ഞു തന്നു.
സെക്കൻഡ് നിയറസ്റ്റ് നെയ്ബർ എവിടെ ഇരിക്കുന്നത്? എവിടെ ഇരിക്കുന്നു എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? യെസ്, ഫേസ് സെന്ററിലാണ് ഇരിക്കുന്നത്. സോ ഡിസ്റ്റൻസ് എ √2a/2. ഇനി അടുത്തത് യെസ്, തേർഡ് നിയറസ്റ്റ് നെയ്ബർ എവിടെ ഇരിക്കുന്നത്? ബോഡി സെന്റർ. ഓക്കെ, ഡിസ്റ്റൻസ് എത്ര വരുന്നത്? √3a/2. ഇനി അടുത്തതോ അടുത്ത കോർണറിലായിരിക്കുന്നത്. സോ ഒരു കോർണറിൽ അടുത്ത കോർണറിലേക്കുള്ള ഡിസ്റ്റൻസ് a. ഓക്കെ അല്ലേ? യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഹൗ മെനി ക്ലോറൈഡ് അയോൺസ് ആർ there around Na+ ions in NaCl crystals? Okay, options നോക്കുക. 4, 5, 6 and 8. Okay, നമുക്കൊന്ന് നോക്കാം. NaCl ക്രിസ്റ്റലിന്റെ ഡയഗ്രാം ഇവിടെ തന്നിരിക്കുന്നുണ്ട്. ഓൾറെഡി ഇവിടെ ഉണ്ട്. നോക്കി. ഇനി നമ്മൾ യെസ് Na+ അയോൺ ഏതാ? യെസ്, ഈ ജസ്റ്റ് സർക്കിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് Na+ അയോൺസ്. ഈ Na+ അയോൺസിന് അറൗണ്ട് ആയിട്ട് എത്ര Cl- അയോൺസ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഇവിടെ തൊട്ടടുത്തായി നമ്മൾ NaCl ടൈപ്പ് ക്രിസ്റ്റൽസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇത് ഡിസ്കസ് ചെയ്തതാണ്. ഈ രണ്ട് ഫേസ് സെന്ററിലായിട്ട് രണ്ട് പാർട്ടിക്കിൾസ്, രണ്ട് Cl- അയോൺസ്. ഈ രണ്ട് ഫേസ് സെന്ററിലായിട്ട് അടുത്ത Cl- അയോൺസ്. സോ ടോട്ടൽ 4 Cl- അയോൺസ് ആയി. ഇനി അടുത്തത് ടോപ്പ് ഫേസിലും ബോട്ടം ഫേസിലും സെന്റേഴ്സിലായിട്ടുള്ള രണ്ട് Cl- അയോൺസ്. സോ ടോട്ടൽ Na+ ചുറ്റും എത്ര Cl- ഉള്ളത്? കോർഡിനേഷൻ നമ്പർ എന്ന ടോപ്പിക്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എത്രയാണത്? യെസ്, 6. സോ വിച്ച് ഈസ് ദി കറക്റ്റ് ഓപ്ഷൻ? 6. ഓക്കെ കുട്ടികളെ, നമ്മൾ NaCl ടൈപ്പ് പഠിച്ചു കഴിഞ്ഞു. അവിടുത്തെ പ്രോബ്ലം എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ടോപ്പിക് സീസിയം ക്ലോറൈഡ് ടൈപ്പ്. ഓക്കെ, രണ്ടാമത്തെ ക്രിസ്റ്റൽ ടൈപ്പാണ് സീസിയം ക്ലോറൈഡ് ടൈപ്പ്. ഓക്കെ, ഇത് Cl- ജനറൽ ആയിട്ട് പറയുമ്പോൾ Cl- കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഒരു ബോഡി സെന്റേർഡ്. ഓക്കെ, Cl- ബോഡി സെന്റേർഡ് ക്യൂബിക്കിനകത്താണ് ഇരിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കണം, ആ ബോഡി സെന്റേർഡ് ക്യൂബിക്കിനകത്ത് തന്നെ Cl- ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഓക്കെ, Cl- കോർണറിൽ മാത്രമാണ് Cl- അയോൺസ് ഇരിക്കുന്നത്. ഓക്കെ, ബോഡി സെന്ററിൽ ഇരിക്കുന്നത് ആരാ? സീസിയം അയോണാണ്. ഓക്കെ, എൻട്രൻസ് ഓറിയന്റായിട്ട് പറയുമ്പോൾ നേരെ തിരിച്ചും പറയാം. ഓക്കെ, നേരെ തിരിച്ചും പറയാം പറഞ്ഞാൽ സെന്ററിൽ Cl- അയോൺസും 8 കോർണറിലായിട്ട് ആരും വരാം? യെസ്, 8 കോർണറായിട്ട് സീസിയവും വരും. വൈസ് വേഴ്സ. ഓക്കെ, സോ ജനറൽ ആയിട്ട് പറയാം they are in BCC in which Cl- ions are located at the corners and the cesium ion is located at the body center, vice versa. ഓക്കെ, ഇനി അടുത്തത് അങ്ങനെയാണെന്ന് എത്ര സീസിയം ഉണ്ട് ഈ യൂണിറ്റ് സെല്ലിനകത്ത്? എത്ര സീസിയം ഉണ്ട്? ഒരെണ്ണം. എത്ര Cl- അയോൺസ് ഉണ്ട്? യെസ്, 8 കോർണർ ആണുള്ളത്. 8 കോർണർ, ഒരു കോർണറിന്റെ കോൺട്രിബ്യൂഷൻ 1/8 ആയിരുന്നു. സോ 8 into 1/8. സോ ടോട്ടൽ Cl എത്രയാ? 1 ആണ്. ഓക്കെ, 8 എണ്ണം ഇരിക്കുന്നുണ്ടെങ്കിലും കോൺട്രിബ്യൂഷൻ വെച്ച് നോക്കുമ്പോൾ ടോട്ടൽ എത്രയാണ്? 1 ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ മെയിൻ ഫീച്ചേഴ്സ് നോക്കാം. എന്താണ് ഒന്നാമത്തെ പറയുന്നത്? യെസ്, BCC അറേഞ്ച്മെന്റ് ആണ്. സീസിയം എവിടെ ഇരിക്കുന്നത്? ബോഡി സെന്ററിലാണ്. ഇനി അടുത്തത് സീസിയം Cl കോർഡിനേഷൻ ആണ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ചെക്ക് ചെയ്തിട്ട് പറയാം. ഇപ്പൊ ഇവിടെ CC ഇരിക്കുകയാണ് വെച്ചു. ഈ സീസിയം ഇവിടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇങ്ങനെ ഡയഗ്രാം വരച്ചു. ശരിക്കുള്ള റെപ്രസെന്റേഷനും ഡയഗ്രാമും നമ്മൾ യെസ് കോൺട്രിബ്യൂഷൻ ഓഫ് ആറ്റംസ് ഓർ പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ആ ബോഡി സെന്റർ ആറ്റത്തിനെ ടച്ച് ചെയ്തിട്ടാണ് ആരിയിരിക്കുന്നത്? കോർണർ ഇരിക്കുന്നത്. അപ്പൊ ഈ ബോഡി സെന്റർ ആറ്റത്തിനെ ടച്ച് ചെയ്ത് എത്ര കോർണർ ഇരിക്കുന്നു മക്കളെ? എത്ര കോർണർ ഉണ്ട്? 8 കോർണറുള്ള ആറ്റവും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ബോഡി സെന്റർ ആറ്റത്തിനെ ടച്ച് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ സീസിയത്തിന്റെ കോർഡിനേഷൻ നമ്പർ 8. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നേരെ പറഞ്ഞു വൈസ് വേഴ്സ ആണല്ലോ. ആ സീസിയത്തിന് പകരം ക്ലോറിൻ ആണ് സെന്ററിൽ ഇരിക്കുന്നത്. നേരെ തിരിച്ചെന്താ ബാക്കിയുള്ള ആളുകൾ സീസിയം കോർണറിൽ ഇരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ? ക്ലോറിന് ചുറ്റും എന്തുണ്ട്? 8 സീസിയം ഉണ്ടെന്ന് പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോർഡിനേഷൻ നമ്പർ എന്ത് വരും മക്കളെ? ഇത് അവിടെ നോക്കിയിട്ട് പറയും. സീസിയം Cl- കോർഡിനേഷൻ എത്ര വരുന്നത്? 8:8. ഓക്കെ, ഇനി അടുത്തത് എത്ര CC ഉണ്ടെന്ന് പറഞ്ഞത്? ഒരു യൂണിറ്റ് സെല്ലിനകത്ത് ഒരു CC. എത്ര ക്ലോറിൻ ഉണ്ടെന്ന് പറഞ്ഞത്? ഒരു ക്ലോറിൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര CsCl ഉണ്ട്? വിച്ച് മീൻസ് CsCl മോളിക്യൂൾ എത്ര എണ്ണം ഉണ്ട് ഒരു യൂണിറ്റ് സെല്ലിനകത്ത്? ഒരു CCO ഒരു CL. അങ്ങനെയാണ് ഒരു CsCl യൂണിറ്റ് ഒരു യൂണിറ്റ് സെല്ലിനകത്ത്. വിച്ച് മീൻസ് each unit cell have only one CsCl unit. Okay, ഇനി എക്സാമ്പിൾസ്. ഓക്കെ, എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻസ് വരും.
ഓക്കെ ഒന്ന് നോക്കി ഏതൊക്കെയാ CSBr, CSI, CSCl. CCl ബ്രോമൈഡ്, അയോഡൈഡ്, സയനൈഡ്. Then thallium chloride, thallium bromide. Then Ti, titanium iodide and titanium cyanide. ഓക്കെ ഇത്രയും നിർബന്ധമായിട്ട് നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് CSCl ടൈപ്പിൽ അറിഞ്ഞിരിക്കും. ഓക്കെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്രിസ്റ്റൽ ടൈപ്പ് ആണല്ലേ സിങ്ക് ബ്ലൻഡ് ഓർ ZnS ടൈപ്പ്. ഓക്കെ ഇവിടെ FCC ലാറ്റിസ് തന്നെയാണ് ഇരിക്കുന്നത്. ചിത്രത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് വൃത്തിക്കായിട്ട് മനസ്സിലാക്കാം. S2 മൈനസ് അയോൺസ് ആണ് എന്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? FCC ലാറ്റിസ്, which means കോർണറിലും പിന്നെ ഫേസ് സെന്ററിലുമായിട്ട് നമുക്ക് ആരെ കാണാൻ പറ്റും? S2 മൈനസ് അയോൺസിനെ കാണാൻ പറ്റും. ഇനി സിങ്ക് 2+ അയോൺസ് എവിടെ ഇരിക്കുന്നത്? സിങ്ക് 2+ അയോൺസ് ആർ ലൊക്കേറ്റഡ് അറ്റ് ദി ടെട്രാഹെഡ്രൽ വോയിഡ്സ്. എന്നാൽ എല്ലാ ടെട്രാഹെഡ്രൽ വോയിഡ്സിലും ആരില്ല സിങ്ക് 2+ അയോൺസ്. ഓക്കെ ഹാഫ് ഓഫ് ദി ടെട്രാഹെഡ്രൽ വോയിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻസ് കാണുന്നത്. ഇവിടെ ഹാഫ് ഓഫ് ദി ടെട്രാഹെഡ്രൽ വോയിഡ്സിലേക്ക് എന്തുള്ളൂ? സിങ്ക് 2+ അയോൺസ്. ഓക്കെ ഇനി ഹാഫ് ഓഫ് ദി ടെട്രാഹെഡ്രൽ വോയിഡ്സ് കൃത്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ആൾട്ടർനേറ്റ് ടെട്രാഹെഡ്രൽ വോയിഡ്സിലാണ് ആയിരിക്കുന്നത് സിങ്ക് 2+ അയോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ ഇനി അടുത്തത് കോർഡിനേഷൻ നമ്പർ. സിങ്ക് 2+ S2 മൈനസ് കോർഡിനേഷൻ നമ്പർ എങ്ങനെ വരുന്നത്? 4:4 കോർഡിനേഷനിലാണ് സിങ്ക് 2+ S2 മൈനസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി ഒരു യൂണിറ്റ് സെൽ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എത്ര ZnS യൂണിറ്റ്സ് ഉണ്ട് എന്നാണ് അടുത്ത ചോദ്യം. ഓക്കെ നമ്മൾ ചോദിക്കാം. ഓക്കെ അവിടെ നോക്കി സിങ്ക് എവിടെയൊക്കെ ഇരിക്കുന്നു എന്ന് പറയുന്നത് ഫേസ് സെന്ററിലും കോർണർ സിങ്ക് അല്ല S2 മൈനസ് ഫേസ് സെന്ററിലും കോർണറിലും ഇരിക്കുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആലോചിച്ചു എത്ര S2 മൈനസ് അയോൺസ് ഉണ്ടായിരിക്കും? ഫേസ് സെന്ററിൽ മൊത്തം 6 ഫേസ് സെന്ററിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ കോൺട്രിബ്യൂഷൻ 1/2 ആയിരുന്നു. 6 × 1/2 which is equal to 3. സോ ഫേസ് സെന്ററിലെ മാത്രം കോൺട്രിബ്യൂഷൻസ് എത്ര വരുന്നു? 3. ഇനി കോർണറിൽ 8 എണ്ണം ഉണ്ട്. ആ 8 എണ്ണത്തിന്റെ കോൺട്രിബ്യൂഷൻ ഡയഗ്രാമിൽ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണും കോർണറിൽ 8 S2 മൈനസ് അയോൺസ്. ഓക്കെ അപ്പോൾ 8 എണ്ണത്തിന്റെ കോൺട്രിബ്യൂഷൻ എത്ര? 8 × 1/8 1. അപ്പോൾ 3 + 1 4 S2 മൈനസ് അയോൺസ്. ZnS ടൈപ്പിൽ 4 S2 മൈനസ് അയോൺസ്. ഇനി 4 ആണ് FCCയിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ എണ്ണം അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്പേസിന്റെ എണ്ണം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ടെട്രാഹെഡ്രൽ വോയിഡ്സ് എത്ര? 8. 2 × നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ദാറ്റ് ഈസ് 8. ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എവിടെയാ? ഹാഫ് ഓഫ് ദ ടെട്രാഹെഡ്രൽ വോയിഡ്സിൽ മാത്രമാണ് ഇരിക്കുന്നത് സിങ്ക് 2+ അയോൺസ്. ഓക്കെ 8 എണ്ണം ആകെ ഉണ്ട്. അതിൽ ഹാഫ് എന്ന് പറയുമ്പോൾ 4 സിങ്ക് 2+ അയോൺസ്. S2 മൈനസ് അയോൺസ് ഓൾറെഡി കിട്ടി 4, സിങ്ക് 2+ കിട്ടി 4. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ZnS ഉണ്ട്? 4 ZnS. ഒരു യൂണിറ്റ് സെല്ലിനകത്ത് 4 ZnS യൂണിറ്റ്സ് ആണ് ഉള്ളത്. ഓക്കെ ഈച്ച് യൂണിറ്റ് സെൽ ഹാവ് 4 ZnS യൂണിറ്റ്സ്. ഓക്കെ ഇനി എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് CuCl, CuBr, CuI, AgI ആൻഡ് BeS. ഓർക്കുന്നുണ്ടോ? AgI, BeS. ഓക്കെ ബാക്കിയുള്ള എല്ലാ ആളുകളും ഏതൊരു എക്സാമ്പിൾ ആയിരുന്നു? NaCl. എന്നാൽ AgI എന്തൊരു എക്സാമ്പിൾ ആണ് കുട്ടികളെ? ഇപ്പൊ കിട്ടിയിട്ടുണ്ടോ? ഏതാ? ZnS ടൈപ്പ്. ഇനി അടുത്തത് BeS. ഓക്കെ ഏത് ടൈപ്പിലാണ് വരുന്നത്? BeS സിങ്ക് ബ്ലൻഡ് ടൈപ്പ്. ഓക്കെ ഇനി അടുത്തത് അല്ലാത്ത സൾഫൈഡ്സ് ഓഫ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എല്ലാം എന്തായിരുന്നു? നമ്മുടെ NaCl ടൈപ്പ് ആണ്. ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോട്ടാണ്. സിങ്ക് സൾഫൈഡിന്റെ 2 ഫോം ഉണ്ട്. ഓക്കെ സിങ്ക് സൾഫൈഡിന്റെ 2 ഫോം ഉണ്ട്. ഒന്നെന്താ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സിങ്ക് ബ്ലൻഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടൈപ്പാണ് ബൂട്ട്സൈറ്റ്. ഓക്കെ സിങ്ക് ബ്ലൻഡ് എന്ന് പറഞ്ഞാലും ബൂട്ട്സൈറ്റ് എന്ന് പറഞ്ഞാലും ZnS തന്നെയാണ്. എന്നാൽ അവരുടെ ക്രിസ്റ്റൽ ടൈപ്പിൽ ഒരു ചെറിയ മാറ്റമുണ്ട്. ഓക്കെ സിങ്ക് ബ്ലൻഡ് എന്ന് പറഞ്ഞാൽ FCC or CCP ലാറ്റിസ് ആണ് വരുന്നത്. സിങ്ക് ബ്ലൻഡ് എന്ന് പറയുമ്പോൾ FCC or CCP ലാറ്റിസ് ആണ് വരുന്നത്. എന്നാൽ ബൂട്ട്സൈറ്റിന് എന്താ വരുന്നത്? HCP ലാറ്റിസ് ആണ് വരുന്നത്. അപ്പൊ ശ്രദ്ധിക്കണം, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം. എന്തായിരിക്കും ക്വസ്റ്റ്യൻ? ബൂട്ട്സൈറ്റിനകത്ത് എത്ര ZnS യൂണിറ്റ്സ് ഉണ്ട്? ബൂട്ട്സൈറ്റ് യൂണിറ്റ് സെല്ലിനകത്ത് എത്ര ZnS യൂണിറ്റ്സ് ഉണ്ട്? ഓക്കെ ഇവിടെ നോക്കി എത്രയാ നമുക്ക് കിട്ടി? ബൂട്ട്സൈറ്റ് ഇവിടെ നോക്കി സിങ്ക് ബ്ലൻഡിൽ എത്ര കിട്ടിയത്? 4 ZnS യൂണിറ്റ്. ബൂട്ട്സൈറ്റ് എന്ന് പറയുന്നത് HCP ആണ് വരുന്നത്. HCPയിൽ എത്ര യൂണിറ്റ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു HCP അറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ആകെ എത്ര കോർണർ ഉണ്ട്? HCP എന്ന് പറയുമ്പോൾ മുകളിൽ 6 താഴെ 6. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയാ? 12 കോർണർ ഉണ്ട്.
ഓക്കെ സോ 12 ഇൻറ്റു കോർണർ ആറ്റത്തിന്റെ കോൺട്രിബ്യൂഷൻ എത്ര വരുന്നത് 6 ആണ് 1/6 ആണ് കോൺട്രിബ്യൂഷൻസ് വരുന്നത് സോ 1/6 ഇൻറ്റു 12 ഇറ്റ്സ് ഈക്വൽ ടു എത്ര വരും കൂടെ 2 ഓക്കെ ഇനി അടുത്തത് യെസ് HCP-യിൽ അടുത്ത പാർട്ടിക്കിൾസ് എവിടെ ഇരിക്കുന്നത് കോർണറിൽ കൂടാതെ ഫേസ് സെന്ററിലാണ് ഓക്കെ ആകെ എത്ര ഫേസ് ആണ് മക്കളെ HCP എന്ന് പറയുമ്പോൾ ഹെക്സഗണലി ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എത്ര എണ്ണം വരിക ഓക്കെ ഹെക്സഗണലി ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ യെസ് ഇങ്ങനെ മാത്രം തന്നെ 6 വശങ്ങൾ ഉണ്ടായിരിക്കും മുകളിലും താഴെയും ഓരോ വശങ്ങളും അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ഫേസ് ആണ് 8 ഫേസസ് സോ 8 ഇൻറ്റു ഒരു ഫേസ് സെന്റർ ആറ്റത്തിന്റെ കോൺട്രിബ്യൂഷൻ സെയിം ആണ് കോർണറിൽ മാറ്റേണ്ടത് 1/8 ആണ് ക്യൂബിക് സിസ്റ്റത്തിനകത്ത് എന്നാൽ ഹെക്സഗണൽ സിസ്റ്റത്തിനകത്ത് 1/6 ആണ് എന്നാൽ ഫേസ് സെന്റർ ക്യൂബിക് ആവട്ടെ HCP ആവട്ടെ സെയിം ആണ് എത്ര കോൺട്രിബ്യൂഷൻ ഹാഫ് 1/2 സോ 8 ഇൻറ്റു 1/2 എത്ര വരുന്നത് 4 ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യെസ് നമ്പർ ഓഫ് particles HCP-യിലെ number of particles എത്ര വരിക യെസ് 2 + 4 is equal to 6 ഓക്കെ അപ്പോൾ ഓർക്കുക സിങ്ക് ബ്ലെൻഡ് ടൈപ്പ് ZnS സിങ്ക് ബ്ലെൻഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ യെസ് നമ്പർ ഓഫ് ZnS യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 4 ആണ് എന്നാൽ വൂഡ് സൈറ്റ് എന്ന് കണ്ടാൽ ഓർക്കണം 4 അല്ല എത്രയാണ് 6 ആണ് ഓക്കെ വൂഡ് സൈറ്റിനകത്ത് എത്ര ZnS യൂണിറ്റ്സ് ഉണ്ട് 6 ഓക്കെ ആണല്ലോ ഓക്കെ നമ്മൾ ഇതുവരെ സിമ്പിൾ അയോണിക് കോമ്പൗണ്ട്സിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് AB ടൈപ്പ് സ്ട്രക്ചേഴ്സ് എല്ലാം നമ്മൾ കണ്ടു 3 ഡിഫറെന്റ് ടൈപ്സ് നമ്മൾ കണ്ടു ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യെസ് AB2 ടൈപ്പ് ക്രിസ്റ്റൽസ് ഓക്കെ AB2 ടൈപ്പ് ക്രിസ്റ്റൽസ് ആണ് രണ്ട് ടൈപ്പുള്ള മക്കളെ ഫണ്ടമെന്റൽ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഏതൊക്കെയാണ് ഒന്ന് കാൽസ്യം ഫ്ലൂറൈഡ് ടൈപ്പ് ഏതാണ് കാൽസ്യം ഫ്ലൂറൈഡ് ടൈപ്പ് ഓക്കെ കാൽസ്യം ഫ്ലൂറൈഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഓർക്കുക Ca2+ അയോൺസ് Ca2+ അയോൺസ് ആണ് FCC അല്ലെങ്കിൽ CCP ലാറ്റിസിൽ ഇരിക്കുന്നത് ഓക്കെ ഇനി അടുത്തത് Ca2+ ഒരു Ca2+ അയോൺസിന് ചുറ്റും നമുക്ക് എന്ത് കാണാൻ പറ്റും യെസ് ആ 8 ഓക്കെ ഒരു Ca2+ന് ചുറ്റും 8 F- അയോൺസിനെ നമുക്ക് കാണാൻ പറ്റും എന്നാൽ ഒരു F- അയോൺസിന് ചുറ്റും നമ്മൾ എന്തേ കാണുന്നുള്ളൂ 4 Ca2+ അയോൺസിനെ കാണുന്നുള്ളൂ ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോർഡിനേഷൻ എന്ത് വരും യെസ് 8:4 ഓക്കെ Ca2+ F- കോർഡിനേഷൻ എന്താ വരുന്നത് 8:4 ആണ് വരുന്നത് ഇനി അടുത്തത് ഓക്കെ ഇത് പഠിച്ച് അടുത്ത് പഠിക്കാൻ നല്ല എളുപ്പമാണ് ഓക്കെ ഇവിടെ ശ്രദ്ധിക്കുക നമ്മുടെ CaF2 എന്ന് പറയുമ്പോൾ കാറ്റനോണ് 2 യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അടുത്തൊരു എക്സാമ്പിൾ ആണ് Na2O അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് AB2 ടൈപ്പിൽ വരുന്നത് Na2O ആണ് Na2O ന്റെ പ്രത്യേകത ആനയോണിന് 2 യൂണിറ്റ് നെഗറ്റീവ് ചാർജ് ആണ് ഓക്കെ ഇവിടെ ആനയോണിന് 1 യൂണിറ്റ് നെഗറ്റീവ് ചാർജ് ആണ് ഓക്കെ ആനയോൺ 1 യൂണിറ്റ് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇവിടെ ആനയോണിന് 2 യൂണിറ്റ് നെഗറ്റീവ് ചാർജ് ആണ് ഓക്കെ ഇത് ഫ്ലൂറൈഡ് ഓർ കാൽസ്യം ഫ്ലൂറൈഡ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇത് എന്താണെന്ന് നോക്കുക നേരെ ഓപ്പോസിറ്റ് എന്താ മക്കളെ ആന്റി ഫ്ലൂറൈഡ് എന്താ പറയാ ആന്റി ഫ്ലൂറൈഡ് സോ CaF2 യെസ് ഫ്ലൂറൈഡ് ഓർ കാൽസ്യം ഫ്ലൂറൈഡ് ആണെന്നുണ്ടെങ്കിൽ Na2O എന്താണ് ആന്റി ഫ്ലൂറൈഡ് അപ്പൊ അവിടെ പറഞ്ഞത് നേരെ നീങ്ങും ഓക്കെ അവിടെ Ca2+ അയോൺസ് ആണ് എന്തുണ്ടാക്കുന്നത് FCC CCP അറേഞ്ച്മെന്റ് ഇരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരാ O2- അയോൺസ് ആണ് FCC ഓർ CCP അറേഞ്ച്മെന്റ് ഇരിക്കുന്നത് ഓക്കെ ആണല്ലോ ഇനി അടുത്തത് ഇവിടുത്തെ കോർഡിനേഷൻ അല്ലെ ഇവിടെ നമ്മൾ പറഞ്ഞു Ca2+ അയോൺസിന് ചുറ്റും എന്തുണ്ടെന്ന് പറഞ്ഞത് 8 F- അയോൺസ് അതുപോലെ നമുക്ക് ഇവിടെ പറയാം യെസ് ഓക്സിജന് ചുറ്റും എന്തുണ്ട് O2- അയോണിന് ചുറ്റും എന്തുണ്ട് യെസ് 8 Na+ അയോൺസ് ഓക്കെ Na+ന് ചുറ്റും എന്താണ് 4 O2- അയോൺസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോർഡിനേഷൻ എന്താ വരിക യെസ് 4:8 എന്ന് വരും ഇത് വരും 4:8 ഓക്കെ ഒന്ന് പഠിക്കുക ഫ്ലൂറൈറ്റിൽ എന്താണ് 8:4 ആണ് അങ്ങനെയാണെങ്കിൽ ആന്റി ഫ്ലൂറൈറ്റ് എന്താ 4:8 അങ്ങനെ കൊടുത്തു ഓക്കെ ആണല്ലോ കുട്ടികളെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടെമ്പറേച്ചറും ക്രിസ്റ്റൽ ടൈപ്പും തമ്മിലുള്ള ബന്ധം ഓക്കെ വിച്ച് മീൻസ് എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ഓൺ ക്രിസ്റ്റൽ സ്ട്രക്ചർ നമുക്കറിയാം ഒരു ക്രിസ്റ്റലിനെ നമ്മൾ ഹീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ക്രിസ്റ്റലിന് ചില മാറ്റങ്ങൾ സംഭവിക്കും ഓക്കെ ഇപ്പൊ NaCl ടൈപ്പ് ക്രിസ്റ്റൽസ് നമ്മൾ 760 കെൽവിൻ ടെമ്പറേച്ചറിന് എബോ ആയിട്ട് ഹീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ലോലി NaCl ടൈപ്പ് കൺവേർട്ട് ചെയ്ത് എന്തായിട്ട് മാറും CaCl ടൈപ്പ് ആയിട്ട് മാറും ഓക്കെ NaCl ടൈപ്പ് എന്ന് പറയുമ്പോൾ 6:6 കോർഡിനേഷൻ ആണ് എന്നാൽ CaCl ടൈപ്പ് എന്ന് പറയുമ്പോൾ എന്താ 8:8 കോർഡിനേഷൻ ആണ് which means അതിന്റെ ലാറ്റിസ് സ്ട്രക്ചർ തന്നെ മാറുകയാണ് ഓക്കെ NaCl ടൈപ്പിൽ നമ്മൾ പഠിച്ചു FCC ലാറ്റിസ് ആണ്
ഓക്കെ, അതിന് നമ്മൾ ഹീറ്റ് ചെയ്യുക എത്ര 760 കെൽവിനിൽ ഹീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ FCC ടൈപ്പ് എന്തായിട്ട് മാറുന്നു ഇവിടെ BCC ടൈപ്പ് ആയിട്ട് മാറുന്നു. സോ 6:6 കോർഡിനേഷനിൽ നിന്ന് അതെന്തായിട്ട് മാറുന്നു 8:8 എന്ന് പറയുന്ന കോർഡിനേഷനിലേക്ക് മാറുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്, ഒരുപാട് തവണ എൻട്രൻസ് എക്സാമിനേഷൻസിന് ചോദിച്ചതാണ്. ഓക്കെ ആണല്ലോ.